നമ്മുടെ ജീവിതത്തിലും ആശ്രയമില്ലാത്തൊരു കാലം വരും. വ്യക്തി ജീവിതത്തിൽ സത്യമായിട്ടും നിൻ്റെ ജോലി, വീട്, വിവാഹം, എല്ലാ വിഷയങ്ങൾക്കും ആശ്രയമില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ മക്കളെ, അപ്പോൾ ദൈവം കൈവിട്ടെന്നല്ല തോന്നണത്. നമ്മൾ ബലമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു സമയമാണ്. ദൈവത്തിൽ മാത്രമല്ല, വേറെ എങ്ങിൽ നിന്നും ആശ്രയം നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാകുന്നത്. മറ്റുള്ളവരിൽ നമ്മൾ ആശ്രയം ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാകുന്നത്. പിറുപിറുപ്പെന്ന് പറയുന്നത് മൗനമായ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറുപിറുപ്പില്ല, ആരിലും ആശ്രയിച്ചില്ല. ആശ്രയം നമുക്ക് നിഷേധിച്ചപ്പോഴും അതിന് അവർക്കെതിരെ നമ്മൾ പിറുപിറുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. ദൈവത്തിലെ ഈ നോൻപിൻ്റെ കാലം നമ്മൾ ക്രിസ്മസോടെ അവസാനിച്ചുവെങ്കിലും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ട ഒരു കാലം വരുമ്പോൾ നീയും അമ്മയെപ്പോലെ മൗനമാകണം. നീ മിവൽ പക്ഷിയെപ്പോലെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ മാത്രം സങ്കേതം കണ്ടെത്തണം. അതിനാണ് ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വഹിക്കണത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ സംഗ്രഹിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ വിഷയം പരിശുദ്ധാത്മാവിന് കൈമാറി എന്നാണ്. ദൈവപൈതലെ പലപ്പോഴും ഇപ്പം ചോദിക്കുന്നെങ്കിൽ ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടുമെന്ന് നമ്മൾ 11:2 വായിക്കുന്നില്ലേ അല്ലേ? യോഹന്നാൻ 11 ലൂക്ക 11:9 ചോദിക്കുന്നെങ്കിൽ ലഭിക്കുമെന്ന് 11:9 നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കണമെങ്കിൽ പോലും നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രോത്സാഹനവും പ്രേരണയും വേണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല എന്ന് യോഹന്നാൻ 8:26 പറയുമ്പോൾ അത് ആ 8:26 നമ്മൾ 11:9 കണക്ട് ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ അതറിയാവുന്ന പരിശുദ്ധാത്മാവിനാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തരേണ്ടത്, എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടണില്ലെങ്കിൽ പരിശുദ്ധാത്മാവേ 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 എന്ന് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കണം. ഒന്നും കിട്ടണില്ല. ഇപ്പം ICUവിൽ നിൽക്കുകയാണ് നമ്മൾ. ഭർത്താവ് ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. നീ അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, നിനക്കൊന്നും കിട്ടണില്ല. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം മകളെ, എന്ത് ചെയ്യണം മകനെ? പരിശുദ്ധാത്മാവേ 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 നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കാര്യം എന്താണ്? ഇതിൻ്റെ ഉച്ചയും ഉറവയും എല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. ഒരു പ്രാർത്ഥനയും കിട്ടാത്തപ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. ചില സമയത്ത് ഹൃദയം നിലച്ചു പോയിട്ട് കണ്ണും ഇഴിച്ചിട്ട് നമ്മുടെ മക്കളെ ഭർത്താവൊക്കെ നിൽക്കുന്ന സമയത്ത് ഇടിക്കാൻ കണ്ടിട്ടില്ലേ? ആ സമയത്ത് വിളിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. എന്താണ്? എല്ലാത്തിനും വഴി പോകും വഴി പരിശുദ്ധാത്മ നിറയും. പ്രാർത്ഥിക്കാനുള്ള വാക്ക് പോലും നമുക്ക് തരണം എന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്ന് കേരള സഭ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. എന്താണ്? ഇരുട്ടിൻ്റെ കാലം തള്ളി നീക്കപ്പെടും, ആത്മാവ് തന്നെ തള്ളി നീക്കപ്പെടും. നമ്മളിതിനെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും ശക്തിയുടെയും കാര്യം നമ്മൾ ഇന്ന് വരെ ഈ സമൂഹത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ നോക്കിയാൽ മതിയല്ല മക്കളെ. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഒരു സമൂഹത്തെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയാം. എത്രയെല്ലാം സോഷ്യൽ മീഡിയ പുറത്തുണ്ട്. അവരെല്ലാം ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി ആണ് അവർ മീഡിയ തന്നെ
നടത്തണത്. നമുക്കൊരു മീഡിയ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ. നമ്മൾ മീഡിയ വെച്ച് ആരെയും ആക്രമിച്ചിട്ടില്ല. അത് നമ്മുടെ മനസ്സാണ്, അത് നമ്മുടെ ദൈവ മനസ്സാണ്. കാര്യം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമുക്കെതിരെ വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ വിശദീകരിക്കാനാണ് നമുക്ക്, അല്ലാതെ ആരും ഒഫൻഡ് ചെയ്യാനല്ല, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അതാണ് കേരള ക്രൈസ്തവ സഭയുടെ മനസ്സ്. ആരെ ആക്രമിക്കാനല്ല, ആരെ ഇടിച്ചു താത്താനുമല്ല നമുക്ക് മീഡിയ നമ്മൾ ഉപയോഗിക്കണത്. പക്ഷേ നമ്മൾ ചുറ്റുമുള്ള മീഡിയ നോക്കിയാൽ മനസ്സിലാകും. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കഞ്ചാവ് അടിച്ചൊരു മനുഷ്യൻ, മീഡിയ കള്ളനാണെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ ഇതുപോലെ പല വിഷയങ്ങളും എഴുതി ചേർക്കപ്പെട്ടതും അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തിയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് കീഴ്ക്കോടതിയിൽ അത് കണക്കിലെടുത്തുകൊണ്ട് വിധിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് മേൽക്കോടതിയിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാവിധ ലൂപ്പ് ഹോളുകളിലൂടെയും സത്യം പുറത്തു വരുമെന്നുള്ള സത്യാവസ്ഥ. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴും ആക്രമിക്കണേ എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇപ്പോൾ സിസ്റ്റർ സ്റ്റെഫിയും അതുപോലെ തന്നെ അച്ഛനും ഇപ്പോഴകത്ത് കിടക്കണം. നിങ്ങളുടെ ആങ്ങളെയും പെങ്ങളുമാണ് ഇതുപോലെ ജയിലിനകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അവരെ അകത്ത് കിടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ നിയമസംഹിത ഉപയോഗിച്ചത് ഒരു വ്യാജം പറയുകയും അതുപോലെ തന്നെ ക്യാരക്ടർ റോളിൽ തന്നെ അതുപോലെ തന്നെ തിരുത്തൽപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾക്കതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മതിയാകുമോ? നിങ്ങളുടെ സ്വന്തം അമ്മയാണ്, സ്വന്തം അപ്പനാണ് ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ തെളിവ് മതിയാകുമോ അവരെ ശിക്ഷിക്കാൻ വേണ്ടി? ചിന്തിച്ചാൽ മതി. ഇതിനെ ഈ വിധിന്യായത്തെയോ അത് വിമർശിക്കുകയല്ല ചെയ്യണത്. അതായത് ഒരു അവസ്ഥയിൽ കേരള സഭ കാഴ്ചവെച്ച ഒരു സംയമനമുണ്ട്. ഇന്ന് വരെ മാധ്യമങ്ങളിലൂടെ ആരെ ആക്രമിക്കാത്തൊരു സഭ, ഇന്ന് വരെ ആക്രമിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാത്ത സഭ, മറ്റുള്ളവരുടെ ആക്രമണങ്ങൾ കേൾക്കുമ്പോഴും 10 കേൾക്കുമ്പോഴും അതിന് 5 മാത്രം സത്യസന്ധമായിട്ട് സ്നേഹത്തോടെ സമാധാനം പറയുന്ന സഭ, അത് ദൈവികമല്ലാതെ പിന്നെ എന്താണ്? അപ്പോൾ ദൈവികമായ ഒരു സഭ ഇവിടെ നിലനിൽക്കുമ്പോഴേ ഈ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? ഓരോരോ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിമാർ എവിടെയൊക്കെ പഠിച്ചതിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം സഭയുടെ സ്ഥാപനങ്ങളാണ്. സഭ ഈ ലോകത്തിന് ചെയ്തത് എന്താണ്? ലോകത്തെ പഠിപ്പിച്ചു ഉയർത്തി. ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ വരുമാനങ്ങളുടെയും പകുതിയോളം ഭാഗമെന്താ? നഴ്സുമാരാണ്. ആരാണ് നഴ്സുമാർ ആദ്യം പഠിപ്പിച്ചത്? ആരാണ് നഴ്സുമാർ അന്യരാജ്യങ്ങൾ ആദ്യം വിട്ടത്? ആരാണ് കേരളത്തിൽ വഴി കാണിച്ചു കൊടുത്തത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുത്തുകൊണ്ട് വികസനത്തിൻ്റെ നിലനിൽപ്പിന് വഴി കാണിച്ചു കൊടുത്ത ഒരു സമൂഹമാണ് ഇന്ന് എല്ലാ വശത്തു നിന്നും അതായത് ക്രൂശിക്കപ്പെടുന്നത്. അപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് സംയമനമായതുകൊണ്ടും നമ്മളാരെയും ഉപദ്രവിക്കാത്ത കൊണ്ട് തന്നെയാണ്. സത്യമായ ദൈവത്തിൽ നിത്യമായ രക്ഷ അനുഭവിച്ചുകൊണ്ട് നിത്യമായ രക്ഷയെ നോക്കിപ്പാർത്തുകൊണ്ട് പരിശുദ്ധാത്മ നിറവോടുകൂടി ജീവിക്കാനുള്ള ഒരു വിശ്വാസ സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇനിയും വെളിച്ചമാകും, എല്ലാവർക്കും വഴിയാകും, വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ദിവ്യകുർബാനയുടെ ആരാധന നിമിഷങ്ങളിലാണ് 2004 ഇതുപോലൊരു ചൊവ്വാഴ്ച 2:30 മണിക്ക് പ്രത്യക്ഷയായത്. അമ്മ നിരന്തരം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിങ്ങൾ രോഗമുള്ള ഇടത്ത് ഇപ്പോഴേ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉടമ്പടി ചെയ്തവരും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടവരും ആ വിഷയങ്ങളാണ് ഇപ്പോഴേ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. തലവേദനയുള്ളവരായാലും ഹൃദയവേദനയുള്ളവരായാലും ഉദരരോഗമുള്ളവരും കരരോഗികളും കിഡ്നി രോഗികളും സിസ്റ്റ് രോഗികളും മുഴയുള്ളവരും ക്യാൻസറുള്ളവരും കോവിഡ് രോഗികളും എല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം നീക്കാൻ. വിശ്വാസപ്രമാണം അറിയാത്തവരെ എൻ്റെ യേശുവേ, എൻ്റെ രക്ഷക, എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ യേശുവേ, എൻ്റെ രക്ഷക, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലക്കീടുള്ള രോഗികളെ ഇപ്പോഴും സ്പർശിക്കണമേ കർത്താവെ. കർത്താവ്, ഉറക്കം വരാത്ത രോഗികളുണ്ട് ഈശോയെ, അവരെ ഇപ്പോഴും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തല പൊങ്ങാത്ത രോഗികൾ, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും മൂക്കിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഈശോയെ. ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ചെവിയിലും മൂക്കിലുമൊക്കെ പഴുപ്പ് വരുന്നവരും ചില സിസ്റ്റുകൾ വളരുന്നവരുമുണ്ട് ഈശോയെ. അവരെല്ലാം ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഇപ്പോഴേ ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ സ്പർശിക്കണ കർത്താവേ. മുതുകിന് വേദനയുള്ളവരെ സ്പർശിക്കണ കർത്താവേ. ശരീരത്തിന് വെള്ളപ്പാണ്ടുകൾ വരുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. സിസ്റ്റ് രോഗികളെ സ്പർശിക്കുക, വെരിക്കോസ് അസുഖമുള്ളവരെ, വിസപ്പ രോഗികളെയൊക്കെ സ്പർശിക്കണമേ കർത്താവേ. വിശുദ്ധ രക്തം തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശരീരത്തിൽ ഓരോരോ കുരുക്കൾ പൊങ്ങി വരുന്നുണ്ട് കർത്താവേ, അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവേ. അലർജി രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ. വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതായത് വിളവില്ലാത്ത സ്ഥലങ്ങൾ, വിളവ് നഷ്ടപ്പെടും. പച്ചക്കറി ആയാലും തെങ്ങായാലും നെല്ലായാലും വിളവ് നഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ പാടശേഖരങ്ങളിലേക്കും പറമ്പിലേക്കും കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതെല്ലാം അഭിവൃദ്ധിയിലേക്ക് വരും മക്കളെ. കർത്താവ് തരുന്ന ദർശനം അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന പറഞ്ഞു തരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ, ഇപ്പോഴും അച്ഛനെ ഈശോ കാണിച്ച ദർശനം അഗ്നി പോലെ ഇരിക്കുന്ന കനല് പോലെ ഇരിക്കുന്ന ഒരു കൈ, കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന്. എൻ്റെ മക്കളെ, രോഗമുള്ള ഇടത്തൊക്കെ കൈവച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ സാധിക്കും. അസ്ഥി രോഗികളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. അസ്ഥി ഒടിഞ്ഞവർ, ഉറക്കാത്തവർ, അസ്ഥി വിട്ടവർ, അസ്ഥി കൂടാത്തവർ ഒക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ആ ഇടങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. തന്നെയല്ല, ആ വ്യക്തികൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതറിയാവുന്നൊരു അമ്മയായാലും സഹോദരങ്ങളായാലും ഏത് അസ്ഥിക്കാണ് കൂടേണ്ടത് ആ സ്ഥലത്ത് നമ്മുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ വലിയ വിശ്വാസിയാണെന്ന് കർത്താവിന് നിന്നെ കാണുമ്പോൾ, നിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രാർത്ഥനാ രീതികൾ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം. കർത്താവ് രക്തസ്രാവ രോഗികളെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. അവരെല്ലാം ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ്. പൂട്ടിക്കിടക്കുന്ന വ്യവസായശാലകൾ, വ്യാപാരശാലകൾ, അടഞ്ഞു കിടക്കുന്ന അതായത് അടഞ്ഞുപോയ എഗ്രിമെൻറ്റുകൾ, അതായത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നവർ, അതെല്ലാം ബ്ലോക്ക്, താഴിട്ട് പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാം ബ്ലോക്കായിരിക്കുന്നവർ, ചിലപ്പോൾ ലോണാകാം, ചിലപ്പോൾ ജോലിയാകാം, എന്തോ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഇനി അത് അന്വേഷിക്കാൻ കാര്യമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ലോക്കായിപ്പോയ വിഷയങ്ങളെല്ലാം കർത്താവ് തുറക്കുന്ന സമയമാണിത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോഴും പ്രാർത്ഥിക്കാം. ഈ ലോക്കായിപ്പോയ വിഷയങ്ങൾ, അതായത് ജോലി, വീട്, ചിലപ്പോൾ തസ്തിക മാറിക്കാണും, ചിലപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി കാണും. ഇങ്ങനെ എല്ലാം ബ്ലോക്കായിപ്പോയ വിഷയങ്ങൾ, ഇങ്ങനെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, ജീവിതത്തിലെ വരുമാന മാർഗ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം വാങ്ങി കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് അതിന് ചർച്ച ചെയ്യാൻ പറ്റാത്ത ഇത് അന്യാധീനപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ എന്ത് വിഷയമാണെന്ന് ഇപ്പോൾ നീ ഓർത്ത് പ്രാർത്ഥിക്കുക. കാര്യം ഒരു താഴ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈശോ ഓപ്പൺ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന സമയമാണിത്. ലോക്ക് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ലോക്കായിപ്പോയ സംഭവങ്ങൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇപ്പോഴും ബ്ലോക്കായിപ്പോയ കുറേ സംഭവങ്ങളുണ്ട് ഈശോയെ. കർത്താവ് അതെല്ലാം കർത്താവ് നീ സ്പർശിക്കണേ. കർത്താവ് ചിലപ്പോൾ ഓഫർ ആകാൻ, കർത്താവ് ഓഫർ തന്ന വ്യക്തിയാകാം, കർത്താവ് കിട്ടിയ വ്യക്തിയാകാം, അത് ക്യാൻസലായിപ്പോയ, കാരണം വിസ ക്യാൻസലായ വ്യക്തികളാകാം. കർത്താവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്യാൻസലായിപ്പോയ വ്യക്തികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ ഈശോയെ. ഇനി മരുന്നില്ല, ഇതിന് ഈ രാജ്യത്ത് മരുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഡോക്ടർ കൈയൊഴിഞ്ഞ വിഷയമാകാം. കർത്താവ് ഇപ്പോഴേ തേച്ചെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. സ്രാവരോഗങ്ങൾ, പഴുപ്പായാലും വെള്ളമായാലും രക്തമായാലും ശരീരത്തിൽ നിന്ന് ഒഴിച്ചു പോകുന്ന രോഗികളെ കർത്താവ് ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഞാൻ മക്കളെ ഈശോനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. സമാപന ആശീർവാദ സമയമാണ്. മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഉടമ്പടി ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
നാളെ രാവിലെ ഇന്ത്യൻ സമയം 5:30 സ്യൂം കൺവെൻഷൻ നടക്കുകയാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് ഈസ്റ്റ് അമേരിക്ക, കാനഡ സ്ഥലങ്ങളിലേക്കുള്ള സ്യൂം കൺവെൻഷൻ നാളെയും 31-ാം തീയതിയും 1-ാം തീയതിയും രാവിലെ 5:30 മണി തൊട്ട് 7:30 മണി വരെ 2 മണിക്കൂറാണ് കൃപാസനം സ്യൂം കൺവെൻഷൻ. കാനഡയ്ക്ക് വേണ്ടിയും അതുപോലെ ഈസ്റ്റ് അമേരിക്കയ്ക്ക് വേണ്ടിയും. മരിയൻ TV ആണത് പവർ ചെയ്യണത്. അത് സംഘടിപ്പിക്കുന്നത്. നിങ്ങളതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തളിരും പൂവും വിശുദ്ധപിതാവിൻ്റെ മാസമാണ്, വർഷമാണിത്. ജനുവരി 1-ാം തീയതി മുതൽ 3 മണി തൊട്ട് വൈകുന്നേരം 3 മണി വിശുദ്ധപിതാവിൻ്റെ നൊവേന, വിശുദ്ധപിതാവിൻ്റെ വണക്കമാസം, അവരുടെ ഗൂഗിൾ മീറ്റ്, അവരുടെ പരിശുദ്ധ കുർബാന, തളിരും പൂവും സന്ദേശം, അങ്ങനെ വിശുദ്ധപിതാവിൻ്റെ വണക്കം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളുടെ നമ്മുടെ ചാനലിൽ 3 മണിയോടെ ലഭിക്കും. ജനുവരി 1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് ഈ മാസം മുഴുവൻ, അതായത് ജനുവരി മാസം മുഴുവനും എല്ലാ സന്ദേശ ശുശ്രൂഷകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പിന്നെ കൃപാസന എയർ മിഷൻ, അതായത് അപ്പോസ്റ്റലേറ്റ് ഇൻട്രാക്റ്റീവ് റിട്രീറ്റ്, അതിൻ്റെ പരസ്യം ഞങ്ങൾ കൃപാസനത്തിലെ വാളിലുണ്ട്. നിങ്ങൾ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ആ ഗ്രൂപ്പിലാണ് ആ ധ്യാനം നടക്കുന്നത്. ഇൻട്രാക്ഷൻ അപ്പോസ്റ്റലിക് അതായത് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരുക്ക ധ്യാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക നിലവാരവും വർദ്ധിക്കുകയും ദൈവകൃപയും വർദ്ധിപ്പിക്കും. അതിനുവേണ്ടിയാണ് അപ്പോസ്റ്റലിക് ഇൻട്രാക്റ്റീവ് റിട്രീറ്റ്, കൃപാസന എയർ മിഷൻ. അതും ജനുവരി മാസം തുടങ്ങും. അതും അതിൻ്റെ ഇൻറ്റിമേഷൻസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ലഭിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സമാപന ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അമ്മ മാതാവിനും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി. എൻ്റെ പേര് വർണ്ണ. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് എന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, പേര് ജിഷ. ഞാൻ എങ്ങനെയാണ് ഈ ഉടമ്പടിയിലോട്ട് വന്നതെന്ന് വെച്ചാൽ,
എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ജീസസിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷേ എന്നിരുന്നാലും അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ വന്ന് പറയായിരുന്നു, ഉടമ്പടിയൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ ഈ പത്രം ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാതെ തന്നെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കെല്ലാം തരില്ലേ? ആ ഒരു ലെവലിലായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പക്ഷേ എന്നിരുന്നാലും അമ്മ ഈ കാരുണ്യപ്രവൃത്തി അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പത്രവിതരണം ചെയ്യുമ്പോഴൊക്കെ എന്നെയും കൂടെ വിളിക്കാറുണ്ട്, നീയും വാ, നല്ല അനുഗ്രഹം കിട്ടുന്നതാണ് പറഞ്ഞിട്ട് എനിക്കും തരാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ പത്രം കൊടുക്കാറുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ എനിക്ക് ഇതിനോടും ഒരു വിശ്വാസം വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു വട്ടം എഴുതി. ഞാൻ 2023 ബാച്ചായിരുന്നു. അപ്പോൾ എനിക്കത് ആ ഒരു സബ്ജക്റ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പിന്നെ 2024 ഞാനത് എഴുതിയ സമയത്ത് എനിക്ക് വീണ്ടും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 9 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പാസ്സാവണമെങ്കിൽ ഒരു 35 മാർക്കെങ്കിലും വേണം. 35 മാർക്കാണ് പാസ് മാർക്ക്. അപ്പോൾ ഞാൻ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാലും കിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമല്ല, കാരണം കിട്ടില്ല. ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല നീ റീവാലുവേഷന് കൊടുക്ക്, മാതാവ് ശരിയാക്കി തരും പറഞ്ഞിട്ട് അമ്മ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ട് അതിൽ എൻ്റെ മോൾക്ക് 9 മാർക്കിൽ നിന്ന് 35 മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ അമ്മ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നിട്ട് അവിടെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെയാണ് ഫോം ഫിൽ ചെയ്തത്. എന്നിട്ട് അതിനുശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു സ്വപ്നദർശനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നത് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ റിസൾട്ട് വന്ന ദിവസം ശരിക്കും എനിക്ക് കറക്റ്റ് 35 മാർക്ക് കിട്ടിയിട്ട് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തന്നു. എനിക്ക് അപ്പം മുതലാണ് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ നടന്നത്. കാരണം നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 5 മാർക്കോ അല്ലെങ്കിൽ ഒരു 7 മാർക്കൊക്കെ നമുക്ക് കൂട്ടി തരുള്ളൂ. പക്ഷേ എനിക്ക് 9 മാർക്കിൽ നിന്ന് എനിക്ക് 35 മാർക്കാണ് മാതാവ് തന്നിരിക്കുന്നത്. അതിന് മാതാവിനോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. അപ്പോൾ മുതലാണ് ഞാൻ ഇതിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അതിനുശേഷം എനിക്ക് UK പോകേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ അതിനും എനിക്ക് ഡിഗ്രിയുടെ ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നു. അതിനുശേഷം ഞാൻ ഡിസംബർ 12 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024. ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. UK ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇൻ്റർവ്യൂ എനിക്ക് IELTS ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം +2 എനിക്ക് 75 അബവ് ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ സമയത്ത് ഞാൻ എൻ്റെ കാശിരൂപം കഴുത്തിലിട്ടു. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ ഫുൾ ജപമാല ചൊല്ലി. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം മാത്രമാണ് ചൊല്ലിയത്. ഉപവാസം എടുത്തു. എൻ്റെ അമ്മയും ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നെയാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പുണ്ട്, അതായത് ലോൺ പ്രൊസീജിയർ. അതിനും എനിക്ക് ഇതിനു മുന്നേ എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഇനി ഈ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നെക്സ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. കാരണം എല്ലാ ബാങ്കൊന്നും പറഞ്ഞു എനിക്ക് ലോൺ കിട്ടില്ല, എനിക്ക് സിബിൽ സ്കോർ കുറവാണ്, കാരണം മുന്നേ ഒരു ലോണുണ്ട്. അപ്പോൾ അതും ഞാൻ ഇനിയും മാതാവേ ഞാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ, എനിക്ക് അതും കിട്ടില്ലേ, ഇനി ഇത് ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ അന്നും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. പക്ഷേ അതിലും ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഡയറക്റ്റ് ബാങ്കിലോട്ട് പോയിട്ട് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എല്ലാം റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ റെൻ്റൽ അഗ്രിമെൻറ്റിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞാനിവിടെ വന്ന് പത്രം വാങ്ങി പുതുക്കുന്ന സമയത്ത് ഞാൻ ഒരു വട്ടം പുതുക്കിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ പത്രം വാങ്ങി ഞാൻ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞ് കറക്റ്റ് ആ കൊടുത്ത് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് റെൻ്റൽ അഗ്രിമെൻറ്റ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് മാതാവിനോട് 1000 നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാം മാതാവ് ശരിയാക്കി തന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ഞങ്ങൾ അമ്മ ഫുഡ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ റോഡരികിൽ ഇരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം, അനാഥാലയം, പിന്നെ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് സ്പോൺസർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആദ്യമൊന്നും നേരെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മാതാവ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ശനിയാഴ്ച, അതായത് മെയ് 10-നാണ് UK പോകുന്നത്. പക്ഷേ അതിലിരുന്നാലും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ 8-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ 8-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നീ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെനിക്ക് മാതാവ് തരുന്നൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 8-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് 10-നാണ് കിട്ടി. അപ്പം ഞാൻ എന്താ മാതാവേ, എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, അതും എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ളൊരു ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ കലണ്ടർ വെറുതെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ 10-ാം തീയതി എന്നുള്ളത് ശനിയാഴ്ചയാണ്, മാതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, അമ്മയ്ക്കും നല്ല സന്തോഷമായി. നീ മാതാവിൻ്റെ ദിവസം തന്നെ നിൻ്റെ മാതാവ് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ വലിയൊരു മിറാക്കിളായിട്ടാണ് കാണുന്നത്. കാരണം മാതാവിൻ്റെയും ഈശോയുടെയും ബ്ലെസ്സിങ്സ് എനിക്ക് 100% ഉണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഫാമിലിക്കും ജീസസും മാതാവും നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.